സ്വാഗതം പ്രിയപ്പെട്ടവരെ. ധർമ്മത്തിൻ്റെ വഴിയിൽ നിശ്ചലതയില്ലാതെ മുന്നേറുന്നവരും സേവനത്തിലൂടെ സ്വന്തം മൂല്യം തെളിയിക്കുന്നവരുമായ തിരുവോണം നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. തിരുവോണം നക്ഷത്രക്കാർ അധികം ശബ്ദമില്ലാതെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർ വാഗ്ദാനങ്ങൾ നൽകില്ല, പക്ഷേ ചെയ്തു കാണിക്കും. 2026 എന്ന വർഷം നിങ്ങളുടെ സഹനശേഷിയെയും ധാർമ്മിക നിലപാടുകളെയും പരീക്ഷിക്കുന്ന കാലഘട്ടമായിരിക്കും. ഇനി ഈ വർഷം ഓരോ മേഖലയിലും എങ്ങനെ സ്വാധീനിക്കുമെന്ന് വളരെ വിശദമായി നമുക്ക് നോക്കാം. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. നിങ്ങൾ ധർമ്മത്തിലൂടെ ഉയർച്ച നേടുന്ന ഒരു വർഷമാണ് ഇത്. തിരുവോണം നക്ഷത്രക്കാർക്ക് ധീരം, ക്ഷമ, സ്ഥിരത ഇവയുടെയും വർഷമാണ്. പെട്ടെന്ന് ഫലം തരുന്ന വർഷമല്ല, പക്ഷേ ശരിയായ വഴിയിൽ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് ഉറപ്പായ ഒരു നേട്ടം നൽകുന്ന വർഷമാണിത്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കും. എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്ന സാഹചര്യം വരും. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. ഇത് ഭാരമല്ല, ദൈവകൃപയുടെ സൂചനയാണ്. തൊഴിൽ ആൻഡ് കരിയർ ഫലം. ജോലി ചെയ്യുന്ന തിരുവോണം നക്ഷത്രക്കാർ ജോലിയിൽ വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. ഈ വർഷം നിങ്ങളിൽ അധിക ചുമതലകൾ ചുമത്തപ്പെടാം. മേലധികാരികളുടെ വിശ്വാസം നിങ്ങൾ പിടിച്ചുപറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ പതുക്കെ ഉയർച്ച തുടങ്ങുന്നൊരു കാലഘട്ടമാണിത്. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാകും. ശമ്പളവിൽ വർധനവുണ്ടാകും. ഉത്തരവാദിത്വമുള്ള പദവി ഭരമേൽപ്പിക്കപ്പെടും. നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ ഇവയൊക്കെയാണ്: വിദ്യാഭ്യാസം, ആരോഗ്യമേഖല, സർക്കാർ സേവനം, അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്വന്തം കഴിവ് അവഗണിക്കരുത്. എനിക്ക് മതിയാകില്ല എന്ന ചിന്ത ഒഴിവാക്കുക. ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസമാണ് ഇവിടുത്തെ മുഖ്യധനം. തിരുവോണം നക്ഷത്രക്കാർക്ക് ബിസിനസ് വെറും ലാഭമല്ല, നന്മയുടെ വിനിമയമാണ്. ഈ വർഷം നിങ്ങൾക്ക് വിശ്വാസത്തിലൂടെ വളർച്ചയുണ്ടാകാം. സ്ഥിരമായ ഉപഭോക്തൃ ശൃംഖലയോടെ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകാം. നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകൾ ഇവയൊക്കെയാണ്: ട്രേഡിംഗ്, വിദ്യാഭ്യാസ സേവനങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ, കൺസൾട്ടൻസി. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ: വാഗ്ദാനം ചെയ്തിട്ട് നിറവേറ്റാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ള കാര്യങ്ങൾ. സാമ്പത്തിക ഫലം. സ്ഥിരതയും ശാന്തതയും സാമ്പത്തികത്തിൽ നിലനിൽക്കുന്ന ഒരു വർഷമാണ് 2026. സാമ്പത്തിക സന്തുലിതമായ ഒരു വർഷം. സ്ഥിരമായ വരുമാനമുണ്ടാകും. അധിക വരുമാനം സേവന മേഖലകളിലൂടെ നിങ്ങളെ തിരഞ്ഞെത്തും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായി ചിലവുകൾ ഏറാം. നിങ്ങൾക്ക് നിക്ഷേപത്തിന് അനുകൂലമായത് ദീർഘകാല നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ്, സുരക്ഷിത സമ്പാദ്യ മാർഗങ്ങൾ എന്നിവയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്കായി ഗ്യാരണ്ടി നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കുടുംബ ബന്ധങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തന്നെയാണ് അവർക്ക് താങ്ങാവുന്നത്. തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബമാണ് പ്രധാന കേന്ദ്രം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കുടുംബാംഗങ്ങൾ നിങ്ങളെ ആശ്രയിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. കുടുംബ ഐക്യം നിലനിർത്താനുള്ള പ്രധാന പങ്ക് നിങ്ങളുടേതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ബഹുമാനമുണ്ടാകും. സമാധാനപരമായ സമീപനമുണ്ടാകും. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ മൗനം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഒരു തുറന്ന സംഭാഷണം ബന്ധം കൂടുതൽ ശക്തമാക്കും. അവിവാഹിതർക്ക് സ്ഥിരതയുള്ള ബന്ധങ്ങൾ കിട്ടാനുള്ള അവസരങ്ങൾ വന്നെത്തും. വിവാഹത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ നിങ്ങളുടെ കുടുംബത്തിൽ തുടങ്ങും. പക്ഷേ തീരുമാനത്തിൽ അല്പം വൈകല്യങ്ങൾ ഉണ്ടായേക്കാം. ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക. ആരോഗ്യഫലം. 2026 തിരുവോണം നക്ഷത്രക്കാർ ആരോഗ്യം ഒരിക്കലും അവഗണിക്കരുത്.
നിങ്ങൾക്ക് സാധ്യമായ ചില പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. കഴുത്ത് വേദന, തൈറോയിഡ്, ഉറക്കക്കുറവ്, അമിതമായ ക്ഷീണം. ഇതിനൊക്കെയുള്ള കാരണം അധിക ഉത്തരവാദിത്വവും വിശ്രമക്കുറവുമാണ്. നിർബന്ധമായും നിങ്ങൾ കൃത്യമായ ദിനചര്യക്രമം പിന്തുടരുക. ശാന്തമായി കുറച്ചധികം സമയം എല്ലാ ദിവസവും നടക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. വിദ്യാഭ്യാസം. തിരുവോണം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾ സ്ഥിരതയുള്ള പഠനം കാഴ്ചവെക്കുന്നവരാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. പതുക്കെ വിജയം ഉറപ്പിക്കും. അനുയോജ്യമായ മേഖലകൾ അധ്യാപനം, മെഡിക്കൽ, നിയമം, സിവിൽ സർവീസ്. നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് ഒരു കോഴ്സ് ചെയ്യാൻ പുറപ്പെടുന്നത്. യാത്ര. ജോലി സംബന്ധിച്ചുള്ള യാത്രകൾ നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ടി വരും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളും ചെയ്യേണ്ടി വരും. തീർത്ഥാടന യാത്രകൾക്കും അവസരങ്ങൾ ഉണ്ടാകും. യാത്രകൾ മനസ്സിന് ശാന്തി നൽകും. 2026 മാസം പ്രതി ഒരു ക്വിക്ക് സമ്മറി നമുക്ക് നോക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വത്തിൽ വർധനവുണ്ടാകും. മാനസിക സമ്മർദ്ദങ്ങളുടെ മാസമാണ്, പക്ഷേ തളരരുത്. മെയ് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ കരിയറിൽ കുറച്ച് നേട്ടങ്ങൾ വന്നു തുടങ്ങും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് കുടുംബ വിഷയമായിരിക്കും പ്രധാനം. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ സാമ്പത്തികത്തിൽ സ്ഥിരത കൈവരിക്കും. നവംബർ മുതൽ ഡിസംബർ വരെ ആത്മസന്തോഷം ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ്. എല്ലാ വ്യാഴാഴ്ചയും ഗുരുവായൂരപ്പൻ പ്രാർത്ഥന ജപിക്കുക. പച്ച അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ചെയ്യുക. നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഓ നമോ നാരായണായ. ഇത് 108 പ്രാവശ്യം ഉരുവിടുക. ആത്മവാക്യം: ഞാൻ ചെയ്യുന്ന നന്മ ഒരു നാൾ എനിക്ക് തന്നെ കാവലാകും. പ്രിയപ്പെട്ട തിരുവോണം നക്ഷത്രക്കാരെ, 2026 നിങ്ങളെ ഓടിപ്പായിക്കാനല്ല, സ്ഥിരമായി ഉയർത്താൻ വന്നതാണ്. നിങ്ങളുടെ സഹനശേഷിയും ധാർമ്മികതയും ഈ വർഷം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളായി മാറും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു നക്ഷത്രഫലവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരട്ടെ.